പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡൽഹിയിലെ നീറ്റ് പരീക്ഷാ ക്രമക്കേടും ചോദ്യപേപ്പർ ചോർച്ചയും ഉയർത്തിക്കാട്ടി രാജ്യ തലസ്ഥാനത്ത് ആളിക്കത്തുന്ന വിദ്യാർത്ഥി ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര ഭരണകൂടത്തിന്റെ കപടമുഖം പാടെ തകർന്നു വീഴുന്ന കാഴ്ചയാണ് രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമീപകാലത്ത് പ്രതിപക്ഷം നടത്തിയ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഏറ്റവും ദയനീയമാം വിധം പ്രതിരോധത്തിലായ അവസ്ഥയിലാണ് ഇപ്പോൾ മോദി സർക്കാരും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ചെന്നുപെട്ടിരിക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ CJP സമരം ശക്തമാക്കുകയും തെരുവിൽ വൻ ജനകീയ മുന്നേറ്റം രൂപപ്പെടുകയും ചെയ്തതോടെ സർക്കാരിന്റെ സാമ്പ്രദായിക പ്രതിരോധങ്ങളെ എല്ലാം ചില്ലുകൊട്ടാരം പോലെ തകർത്തു പടിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒടുവിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഉപാധികൾക്ക് മുന്നിൽ പൂർണ്ണമായി അടിയറവ് പറഞ്ഞ് സമവായ ചർച്ചകൾക്ക് വഴിപ്പെടേണ്ട ഗതികേടിലേക്ക് കേന്ദ്ര ഭരണകൂടം എത്തി നിൽക്കുകയാണ്. ഡൽഹി VP ഹൗസിലെ 52 നമ്പർ മുറിയിൽ വെച്ച് CJP പ്രതിനിധികളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള അതിനിർണായകമായ രണ്ടാം ഘട്ട ചർച്ചകൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയ്ക്ക് മുന്നോടിയായി പത്രസമ്മേളനം വിളിച്ച് CJP മുന്നോട്ട് വെച്ച കടുത്ത ഉപാധികളിൽ വെട്ടിലായി പോയ കേന്ദ്ര സർക്കാർ മുമ്പ് തീരുമാനിച്ച ചർച്ചാവേദികൾ പോലും മാറ്റിപ്പിടിക്കേണ്ടി വന്ന നാടകീയമായ കാഴ്ചകളാണ് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ആദ്യഘട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ച് ചർച്ച നടത്താൻ തിടുക്കത്തിൽ തീരുമാനിച്ചെങ്കിലും പിന്നീട് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും കണ്ണുവെട്ടിച്ച് ചർച്ച VP ഹൗസിലേക്ക് മാറ്റുക കൂടിയായിരുന്നു. VP ഹൗസിൽ എത്തിച്ചേർന്ന് ചർച്ച തുടങ്ങിയ ശേഷം വീണ്ടും അവരുടെ വാഹനങ്ങൾ തിരിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന മട്ടിൽ മാധ്യമങ്ങളെ പോലും പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാക്കുന്ന അങ്കലാപ്പിലാണ് കേന്ദ്ര സർക്കാർ ചർച്ചകളുമായൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് എന്നിവർ സർക്കാരിന് വേണ്ടി യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് സംഘ എന്നിവർ കൃത്യമായ അജണ്ടകളോടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി ഉയർത്തിക്കാട്ടുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അടിയന്തരമായി ഉറപ്പാക്കുകയും അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടിടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കുകയും വേണമെന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥി പ്രതിനിധികൾ എല്ലാവരും തന്നെ. വാർത്താ സമ്മേളനത്തിലും അതിനുശേഷം നടക്കുന്ന ചർച്ചയിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല എന്ന് CJP വക്താക്കൾ അറുത്തുമുറിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ ആവശ്യത്തിന് മേൽ കൃത്യമായി മറുപടി നൽകാൻ കേന്ദ്രമന്ത്രിക്ക് സാധിക്കാതെ പോയതാണ് യോഗം ഇത്രത്തോളം വൈകാനും അനിശ്ചിതത്വത്തിലൊക്കെ ആകാനും ഇടയാക്കിയതും. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രിസഭ പാർലമെന്റിൽ ചേർന്നപ്പോൾ പോലും അവിടെയും വലിയ ഡിമാൻഡുകളൊക്കെയാണ് ചർച്ചയാകുന്നത്. അതുമാത്രമല്ല, ആ സഭയിൽ പോലും വലിയ തർക്കങ്ങളുണ്ടായി. CJP നേതാക്കൾ മുന്നോട്ട് വെച്ച ഡിമാൻഡുകൾ അതേപടി മന്ത്രിസഭയിൽ അറിയിക്കേണ്ട ബാധ്യത പോലും ചർച്ചയ്ക്കെത്തിയ മന്ത്രിമാർക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സർക്കാരിന് ഇനി മുന്നോട്ട് പോകാനാവില്ല എന്ന് കേന്ദ്ര നേതൃത്വവും NDAയുടെ ഘടകകക്ഷികളും ഒരേപോലെ വിലയിരുത്തുന്നുണ്ട്. രാജ്യാവശ്യത്തിന് പുറമെ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ശേഷം മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ ജീവൻ വെടിയേണ്ടി വന്ന 22 പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ വീതം കേന്ദ്ര സർക്കാർ അടിയന്തര ധനസഹായം നൽകണം. ജൂലൈ 20 നടന്ന പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് അഴിച്ചുവിട്ട ക്രൂരമായ അതിക്രമങ്ങളുടെ ഭാഗമായി എടുത്ത കേസുകളും FIRകളും പൂർണ്ണമായി റദ്ദാക്കണം. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന നഷ്ടങ്ങൾക്ക് കൃത്യമായ പരിഹാരം നൽകണം. പ്രക്ഷോഭത്തിനിടയാക്കിയ നടപടികളിൽ പ്രധാനമന്ത്രി രാജ്യത്തോടായി മാപ്പ് പറയണം എന്നീ ആവശ്യങ്ങളും CJP വക്താക്കൾ സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുമുണ്ട്. തെരുവിൽ പതർന്ന കേന്ദ്ര സർക്കാരിനെ പാർലമെന്റിനകത്തും പുറത്തും ഒരുപോലെ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചകളാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. വിട്ടുവീഴ്ചയില്ലാത്ത പടയൊരുക്കവുമായി പ്രതിപക്ഷം സഭ സമീപിച്ചപ്പോൾ പോലും ഭരണകൂടം പൂർണ്ണമായി മുട്ടിടിച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് വന്നാടുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുക്കളത്തിലിറങ്ങി അതിശക്തമായ പ്രതിഷേധം ോടെ പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവെക്കേണ്ടി വന്നു. ലോക്സഭാ നടപടികൾ തുടർച്ചയായി 5ാം ദിവസവും തടസ്സപ്പെട്ട് ഒടുവിൽ തിങ്കളാഴ്ച വരെയും രാജ്യസഭാ നടപടികൾ ഉച്ചയ്ക്ക് നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടായി. സഭ ആരംഭിച്ച ഉടൻ തന്നെ ഡിസ്മിസ് പ്രധാൻ എന്ന മുദ്രാവാക്യങ്ങളുമായി പ്രതിപക്ഷം ആഞ്ഞടിച്ചതോടെ സഭാധ്യക്ഷൻ സഭ നിർത്തിവെക്കുകയല്ലാതെ മറ്റു വഴികളില്ലാതെ ഉലയുകയായിരുന്നു. സഭയിൽ സംസാരിക്കാൻ തുനിഞ്ഞപ്പോൾ തൻ്റെ മൈക്ക് ഓഫാക്കി വായടപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പരസ്യമായി തുറന്നടിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന കർശന നിലപാടിലാണ് ഇന്ത്യ സഖ്യം ഒന്നടങ്കം മുന്നോട്ട് പോകുന്നത്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ വിരളി പൂണ്ട സർക്കാർ ചോദ്യപേപ്പർ ചോർത്തുന്നവർക്കെതിരെ കഠിന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതിയിൽ സ്ഥാപിക്കുമെന്നും ഡൽഹി ഹൈക്കോടതിയിൽ പ്രത്യേക ജഡ്ജിയെ നിയമിക്കുമെന്നും പുതിയ കടുത്ത നിയമങ്ങൾ കൊണ്ടുവരുമെന്നും സമാധാനപരമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും പ്രതിപക്ഷത്തിന് മുന്നിൽ വിലപ്പോയതുമില്ല. കള്ളപ്രചരണങ്ങളും പൊള്ളയായ വാഗ്ദാനങ്ങളും ഉയർത്തി ജനങ്ങളെ ഇനി പറ്റിക്കാനാവില്ലെന്ന സന്ദേശമാണ് പ്രതിപക്ഷവും വിദ്യാർത്ഥികളും ഒരേപോലെ നൽകുന്നത്. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഡിസ്മിസ് പ്രധാനം എഴുതിയ വൻ ബാനറുകളും
കറുത്ത ബോർഡുകളും പ്ലക്കാർഡുകളും ഉയർത്തി ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ എംപിമാരും അണിനിരുന്നപ്പോൾ BJPയുടെ പ്രതിരോധങ്ങളെല്ലാം തകർന്നടിയുന്നത് കൂടിയായിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മുൻപ് അകലം പാലിച്ചു നിന്ന DMKയും ആം ആദ്മി പാർട്ടിയും അടക്കമുള്ള കക്ഷികൾ അടിയന്തര പ്രമേയങ്ങൾക്ക് നോട്ടീസ് നൽകി മുന്നണിയിൽ സജീവമായി അണിനിരുന്നത് സർക്കാരിന് വൻ തിരിച്ചടിയുമായി. അതേസമയം തന്നെ രാജ്യസഭാ നടപടികൾ ആരംഭിച്ച സമയത്ത് കാർഗിൽ വിജയ് ദിവസത്തോടനുബന്ധിച്ച് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ച ധീര രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി എല്ലാ അംഗങ്ങളും ഒരു മിനിറ്റ് മൗനവും പാലിച്ചിരുന്നു. ഭരണകൂടത്തിന്റെ ഈ കൊള്ളരുതായ്മകൾക്കും ക്രമക്കേടുകൾക്കുമെതിരെ ദ ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ രൂക്ഷമായ ലേഖനത്തിലൂടെയാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി കേന്ദ്ര സർക്കാരിന്റെ കപടമുഖം പൂർണ്ണമായും വലിച്ചു കീറിയത്. സ്വന്തം വീഴ്ചകളിൽ നിന്നും ഒളിച്ചോടുന്ന കേന്ദ്ര സർക്കാരിന്റെ അഹങ്കാരവും നിരുത്തരവാദപരമായ സമീപനവുമാണ് രാജ്യത്തെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കണ്ണീരിലാഴ്ത്തിയെന്ന് സോണിയാഗാന്ധി കടുപ്പിച്ചു പറഞ്ഞു. പാർലമെന്റിൽ ജനപ്രതിനിധികളോട് ഒരു വാക്ക് പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായാണ് ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിച്ചതെന്നും ഇതിനു പുറമെ സംഘപരിവാർ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ വൈസ് ചാൻസലർ നിയമനങ്ങൾ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയെന്നും കഴിഞ്ഞ 12 വർഷത്തിനിടെ 1 ലക്ഷത്തോളം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുകയും വിദ്യാഭ്യാസ വിഹിതം വൻതോതിൽ വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത ഭരണകൂടം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളുടെ കാലം തൊട്ട് നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന വിദ്യാർത്ഥികളെ വേട്ടയാടുകയാണ്. പ്രിയങ്ക ഗാന്ധിയെ വരെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടമുണ്ടായപ്പോഴും പതറാതെ പോരാടിയ അവർ തെരുവിൽ ചോര ചിന്തി പോരാടുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയവും ധാർമ്മികവുമായ കടമയാണെന്ന് ആവർത്തിച്ചു പറയുന്നു. സമരരംഗത്തുള്ള പ്രധാന വ്യക്തിത്വമായ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി നടത്തി വന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചതോടെയാണ് അടഞ്ഞുകിടന്ന ചർച്ചകളുടെ വാതിലുകൾ തുറക്കാൻ കേന്ദ്ര സർക്കാർ നിർബന്ധിതരായത്. മുമ്പ് ഗുരുഗ്രാമിലെ മെദാന്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന വാങ്ചുക്കിനെ കാണാൻ പാതിരാത്രിയുടെ മറവിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും നേരിട്ടെത്തുകയായിരുന്നു. വിദ്യാർത്ഥികൾക്കെതിരെയുള്ള പോലീസിന്റെ കള്ളക്കേസുകൾ പിൻവലിക്കാമെന്നും നഷ്ടപരിഹാരം നൽകുമെന്നും വിശകലനങ്ങൾ സഭയിൽ നടത്താമെന്ന് രേഖാമൂലം എഴുതി ഒപ്പിട്ട് നൽകേണ്ട ഗതികേടിലാണ് കേന്ദ്രമന്ത്രിമാർ ആശുപത്രി മുതലിൽ പോലും പെട്ടുപോയത്. വാങ്ചുക്ക് ആരോഗ്യം വീണ്ടെടുക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളുടെ പ്രധാനമന്ത്രിക്ക് അഭ്യർത്ഥിക്കേണ്ടി വന്നതും ഈ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ വ്യക്തമായ തെളിവ് കൂടിയാണ്. എന്നാൽ സോനം വാങ്ചുക്ക് സമരം നിർത്തിയത് പ്രക്ഷോഭത്തിന്റെ ഒരു ഘട്ടം മാത്രമാണെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ കസേര തെറിപ്പിക്കാതെ സമരത്തിൽ നിന്നും അല്ലെങ്കിൽ ആ സമരരംഗത്തു നിന്നും ഒരടി പിന്നോട്ടില്ലെന്നുമാണ് CJP നേതൃത്വം അടിവരയിട്ട് പറയുന്നത്. രാജ്യതലസ്ഥാനത്തെ ജന്തർ മന്ദറിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഇരമ്പിയെത്തി ഉപരോധം തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. സുരക്ഷയുടെ പേര് പറഞ്ഞ് ഡൽഹിയിലെ പ്രധാന മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടേണ്ടി വരുന്ന വലിയ ജനസഞ്ചയമാണ് തെരുവിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. VP ഹൗസിൽ നടക്കുന്ന ചർച്ചകളിൽ ഒത്തുതീർപ്പുണ്ടാക്കി തടിയൂരാൻ നോക്കിയാൽ സമരം രാജ്യമൊട്ടാകെ കൂടുതൽ കടുപ്പിക്കാനാണ് CJPയുടെ തീരുമാനം. VP ഹൗസിലെ ചർച്ചകൾക്ക് ശേഷം മന്ത്രിമാർ പാർലമെന്റിലെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും ഈ പറഞ്ഞ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് അവർക്ക് മുന്നിൽ പോലും ഉണ്ടായതും എന്നുകൂടി ആലോചിക്കും. കാരണം സഭ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോയി. തിങ്കളാഴ്ച വരെ സഭ നടപടികളെല്ലാം നിർത്തിയും വെച്ചിരിക്കുകയാണ്. കാരണം അത്രത്തോളം ശക്തമായ പ്രതിഷേധമാണ് അവിടെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം ഉയർത്തത്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് DMK അടക്കമുള്ളവർ കൂടി ചേർന്നപ്പോൾ, അതായത് DMKയും AAPയും അടക്കമുള്ളവർ കൂടി ചേർന്നപ്പോൾ അത് വലിയൊരു തരംഗമായി മാറി, അത് വലിയ ചർച്ചയായി മാറി. മാത്രമല്ല അവിടെ ഭരണപക്ഷമായി NDAക്ക് ഒന്ന് വാ തുറക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരെ സാഹചര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയും ഉണ്ടായി. അവിടെ വിദ്യാർത്ഥികൾ തെരുവിൽ ചോര നീരാക്കി വീഴുമ്പോൾ അല്ലെങ്കിൽ ചോര ചിന്തുമ്പോൾ ഞങ്ങൾക്കിവിടെ ഒന്നും പറയാനില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അവിടെ പ്രധാനപ്പെട്ട കാര്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കണ്ട, സംസാരിക്കണ്ട എന്നുള്ളതായിരുന്നു പ്രതിപക്ഷവും പറഞ്ഞു വെച്ചത്. എല്ലാ പിന്തുണകളുമായി ഇന്ത്യ സഖ്യം ഒന്നടങ്കം രാഹുൽ ഗാന്ധി അടക്കമുള്ള നിൽക്കുമ്പോൾ CJP നേതാക്കളും അതുപോലെ CJPക്കായി എത്തിയ എല്ലാ വിദ്യാർത്ഥികളും അവിടെ വലിയ ആവേശത്തിലും വലിയ തരത്തിലുള്ള സമരങ്ങളുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.